കോഴിക്കോട് എന്തൊക്കെയാണ് സ്ഥിതി? സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട മുന്നണികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ നോക്കാം. ടി അനീസ് അലി കൂടി ചേരുന്നുണ്ട്. അനീസ് അലി, വലിയ തരത്തിലുള്ള പരാതികൾ അവിടെ നിന്ന് പ്രവഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് എന്ന് പറയാം. അവിടെ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. രാജിയിലേക്ക് എത്തുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ വരെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് സീറ്റ് വിഭജനം ഒട്ടും ഭദ്രമല്ല എന്ന് മനസ്സിലാക്കാം. എന്താണ് BJP-യുടെയും LDF-ന്റെയും ഒക്കെ സ്ഥിതി? നിലവിൽ ഏകദേശം സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അന്തിമ ലിസ്റ്റാണ് 3 മുന്നണികളും പ്രഖ്യാപിക്കാനുള്ളത്. BJP-യുടേതും ഇന്നിപ്പോൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും 3 മുന്നണികളിലും പാർട്ടിക്ക് അകത്ത് തന്നെയും ഓരോ പാർട്ടികളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യാ പ്രഖ്യാപനങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ പോലും വലിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ മുന്നണിയിലും മുന്നണിക്കകത്തും പാർട്ടികളിലും ഒക്കെ പുകയുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട രാജികൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയും ഒരാൾ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ രാജിവെച്ചിരുന്നയാൾ ആം ആദ്മി പാർട്ടിയിൽ ടിക്കറ്റിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും പാർട്ടി, അത് കോൺഗ്രസിന്റെ കാര്യമാണ്, മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ രാജി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേരില്ലാതെ വന്നതിലാണ് രാജി വന്നത്. അതുപോലെ തന്നെ LDF-ന്റെ കാര്യം വരികയാണെങ്കിൽ LDF-ൽ പാർട്ടിക്കകത്ത് എന്നതിനേക്കാൾ കൂടുതൽ മുന്നണിയിൽ INL-ന്റെ 2 വിഭാഗങ്ങളും തമ്മിൽ, നാഷണൽ ലീഗും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ലീഗും, ഈ മുന്നണികൾക്കകത്ത് ഈ 2 കക്ഷികൾക്കിടയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് തർക്കമുണ്ട്. അതിലിപ്പോഴും അസ്വസ്ഥതകൾ പുകയുന്നുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലാകെയും ഈ ഒരു മുന്നണികൾക്കകത്തും പാർട്ടിക്കകത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്നുള്ളത്, 2 ദിവസമായി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയമായിട്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നറിയാത്ത ഒരു കാര്യം കൂടി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും വോട്ടർ പട്ടിക പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി അയോഗ്യയായതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് ഈ ഒരു അവസ്ഥ ആശങ്കയായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാത്തത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്, സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് കൊടുക്കാനൊക്കെ ആളുകൾ മടിക്കുകയും അല്ലെങ്കിൽ അതിലൊരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു ചിത്രം. ഇനിയിപ്പോൾ മലബാർ മേഖലയിലേക്ക് വരികയാണ്. പാലക്കാട് വിമത ശല്യമുണ്ട്. കോൺഗ്രസിലാണ് അത് കാര്യമായി ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത്. അതുപോലെ തന്നെ CPM-ലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പൊന്മുണ്ടം കോൺഗ്രസ് എല്ലാ കാലത്തും ലീഗിനെതിരായി ഒരു കോൺഗ്രസ്സായി നിലനിൽക്കുന്നതാണ്. പൊന്മുണ്ടത്ത് ഇന്ന് കോൺഗ്രസിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കാലങ്ങളായി അത് അങ്ങനെ തന്നെയാണ്. പൊന്മുണ്ടം കോൺഗ്രസ് ഒരു വേറെ കോൺഗ്രസ്സായി തന്നെയാണ് നിലനിൽക്കുക. അത് ഇപ്രാവശ്യവും മാറ്റമൊന്നുമില്ല. ഇന്നലെ മുസ്ലിം ലീഗ് അവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ്സുകാർ പ്രകടനം നടത്തുകയും അഴിമതി ഭരണത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ ഭരിക്കുന്നത് ലീഗാണ്, പ്രതിപക്ഷമായിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്ന ഒരു വിചിത്രമായ കാര്യമാണ്. അതെല്ലാ വർഷങ്ങളായി അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോഴും മാറ്റമൊന്നും ഇല്ലാതെ തന്നെ തുടരുകയാണ്. എന്തായാലും പാലക്കാട് വടക്കാഞ്ചേരിയിലും കിഴക്കഞ്ചേരിയിലും CPM-ന് വെല്ലുവിളിയായി വിമതർ രംഗത്തുണ്ട്. CPM മുൻ ഏരിയ സെക്രട്ടറി K ബാലനും വടക്കാഞ്ചേരി മുൻ ലോക്കൽ സെക്രട്ടറി P ഗംഗാധരനുമാണ് വിമതരായി മത്സരിക്കുക. പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ, പാർട്ടി നേരത്തെ P ശശിയുമായി ബന്ധപ്പെട്ടൊക്കെ CPM-ൽ ഈ പാർട്ടിക്കകത്ത് സാധാരണ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും CPM-ൽ അങ്ങനെ വിമതശല്യം മറ്റു മുന്നണികളെ പോലെ അങ്ങനെ വ്യാപകമായി കാണാറില്ല. പക്ഷെ പാലക്കാട് അതിനൊരു അപവാദമാണ്. P ശശി മുതൽ തന്നെയും അല്ലെങ്കിൽ നേരത്തെ മുരളി മുതലൊക്കെ തന്നെയും ഇത് വളരെ സജീവമാണ്. ഏതായാലും ഇപ്പോഴും ഈ പുതിയ തെരഞ്ഞെടുപ്പിലും CPM-ൽ വിമതശല്യമുണ്ട് പാലക്കാട് എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന ചിത്രം.